ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കാണുന്ന ഒരു പ്രത്യേകതയാണ് സിംഗിൾ പേരൻറ്റിങ്ങും അതുപോലെ തന്നെ ഡൈവേഴ്സ് കേസുകളും. വളരെയേറെ കേസുകൾ, പ്രത്യേകിച്ചും ഡൈവേഴ്സ് പെറ്റീഷൻസ് കുടുംബ കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ വളർന്നു വരുന്ന തലമുറയുടെ തേജാവഹമായ പ്രവർത്തനങ്ങളെയും അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും അവർ കണ്ടുവരുന്നത് മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം കലഹിച്ചും ഈഗോ ക്ലാഷ് മൂലം പരസ്പരം വഴക്കടിച്ചും കഴിയുന്നൊരു അന്തരീക്ഷത്തിലായിരിക്കും അവരും വളർന്നു വരിക. അങ്ങനെ വളർന്നു വരുന്ന മക്കൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ പെരുമാറുക? പലപ്പോഴും അവർ ലഹരിക്കടിമപ്പെട്ടും മറ്റ് അക്രമാസക്തമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും അവരുടെ ജീവിതം വഴിപഴിച്ചു പോകുന്നു. ഇന്നത്തെ തലമുറകളായ ആൽഫ ജനറേഷനും ജെൻസി ജനറേഷൻസും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 90s-ലും 80s-ലും കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ചവർക്ക് അറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ ഫോണോ നെറ്റ്വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന സമയത്തും സൗഹൃദങ്ങളാണ് എപ്പോഴും മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു തലമുറ കൂടുതലും സമയം സാമൂഹിക മാധ്യമരംഗത്ത് കൂടുതലും ഫോണുകളിൽ സജീവമായിട്ട് കാണപ്പെടുന്നു. ഗെയിമുകളായിട്ടും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ പലവിധ ഉപയോഗങ്ങളിലും അവർ സമയം ചെലവഴിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുടുംബ ബന്ധത്തിൻ്റെ വിലകളോ സ്നേഹബന്ധത്തിൻ്റെ വിലയോ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇന്നത്തെ തലമുറയോടാണ് ചോദ്യം. നിങ്ങളുടെ പേരൻസാണ് പരസ്പരം കലഹിക്കുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ വീട്ടിൽ ചെയ്യാറുള്ളത്? പേടിച്ചരണ്ടിരിക്കുകയാണോ? അതെയോ അപ്പനെയും അമ്മേനെയും എന്ത് രീതിയിൽ പേടിപ്പിക്കാമെന്നാണോ നിങ്ങളും വിചാരിക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങളതിനോട് റിയാക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളൊരു കാര്യമാണ് എങ്കിൽ കുടുംബത്തിൽ യൂണിറ്റി കൊണ്ടുവരുവാനും അതുപോലെ തന്നെ കുടുംബങ്ങളിലെ ഡൈവേഴ്സ് കേസുകൾ കുറയ്ക്കുവാനും സാധിക്കും. ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് മക്കളാണ്. മക്കൾ നന്നായി വളരുമ്പോൾ മാതാപിതാക്കൾ ഒത്തിരി സന്തോഷിക്കും. പക്ഷേ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകേണ്ടടുത്ത് മാതൃകയാകാതിരുന്നാൽ മക്കളും വഴിപഴിച്ചു പോകും. നല്ലൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം കുടുംബങ്ങളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അതിന് നിങ്ങളും പരിശ്രമിക്കുമല്ലോ.